കുഞ്ഞുവാനയും മിങ്കുവും. ഒരു ദിവസം നമ്മുടെ കുഞ്ഞുവാന കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് അവന്റെ തലയിലേക്ക് ഒരു മഞ്ഞ വാഴപ്പഴം വന്ന് വീണു. കുഞ്ഞുവാനയ്ക്ക് ദേഷ്യം വന്നു. ആരാണ് എന്റെ തലയിൽ ഈ വാഴപ്പഴം എറിഞ്ഞത്? കുഞ്ഞുവാനം ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മരക്കൊമ്പിൽ ഒരു കുരങ്ങൻ. എന്തിനാണ് എന്റെ തലയിൽ ഈ വാഴപ്പഴം എറിഞ്ഞത്? കുഞ്ഞുവാന ദേഷ്യത്തോട് ചോദിച്ചു. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ വീണതാണ്, ക്ഷമിക്കണം, കുരങ്ങൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞുവാന പറഞ്ഞു, നിന്നെ ഇവിടെ ഇതിനു മുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ, എന്താ നിന്റെ പേര്? അപ്പോൾ കുഞ്ഞു കുരങ്ങൻ പറഞ്ഞു, എന്റെ പേരാണ് മിങ്കു. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. അത് കണ്ട ഒരു മഴവില്ല്, ഞാൻ ആ മഴവില്ലിന്റെ അറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഓടി ഓടി വരികയാണ്. കുഞ്ഞുവാന പറഞ്ഞു, മഴവില്ലിന്റെ അറ്റം കണ്ടുപിടിക്കുകയോ? ശരി, എന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം. അങ്ങനെ കുഞ്ഞുവാനയും മിങ്കുവും ഓടി 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 അവരൊരു മലയുടെ മുകളിലെത്തി. അവിടെ എത്തിയപ്പോഴതാ മഴവില്ല്. പക്ഷേ പെട്ടെന്ന് അവർ നോക്കി നിൽക്കെ ആ മഴവില്ല് മാഞ്ഞു പോയി. മിങ്കുവും കുഞ്ഞുവാനയും വിഷമിച്ചു പോയി. ഇത്രയും ഓടി വന്നിട്ടും നമുക്ക് ആ മഴവില്ല് കാണാൻ കഴിഞ്ഞില്ലല്ലോ, കുഞ്ഞുവാന പറഞ്ഞു. അങ്ങനെ അവർ വിഷമിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു കുഞ്ഞിക്കിളി വന്നു. കുഞ്ഞിക്കിളിയുടെ കൂട് കാറ്റിലും മഴയിലും പെട്ട് നിലത്ത് വീണുപോയി. നമുക്ക് ഈ കുഞ്ഞിക്കിളിയെ കൂട് ശരിയാക്കാൻ സഹായിച്ചാലോ, കുഞ്ഞുവാന പറഞ്ഞു. ശരി, നമുക്ക് ഈ കൂട് തിരിച്ചൊരു മരക്കൊമ്പിൽ കൊണ്ടുവയ്ക്കാം. അങ്ങനെ കുഞ്ഞുവാന പതുക്കെ കിളിയുടെ കൂടെടുത്ത് മരക്കൊമ്പിലേക്ക് എത്തിച്ചു. മിങ്കു അത് സൂക്ഷിച്ച് മരക്കൊമ്പിൽ വെച്ചു. കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി. കുഞ്ഞിക്കിളി പറഞ്ഞു, എന്റെ കൂട് തിരിച്ച് മരക്കൊമ്പിൽ എത്തിച്ചു തന്നതിന് നന്ദി. അപ്പോൾ മിങ്കു പറഞ്ഞു, കുഞ്ഞുവാനെ, മഴവില്ല് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമുക്ക് ഈ കുഞ്ഞിക്കിളിയെ സഹായിക്കാൻ പറ്റിയില്ലേ? അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് പിറകിലായി സ്നേഹത്തിന്റെ ഒരു മഴവില്ല് ഇരിഞ്ഞു വന്നു. അടുത്ത കഥയുമായി കുഞ്ഞുവാന ഇനിയും വരാം കേട്ടോ. അതുവരേക്കും ബൈ. Little Learner's Story Box.